ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനീസ് ടെക് ഫാക്ടറി. ഇന്ന് ഞാൻ വാട്ടർമെലൺ ഉപയോഗിച്ച് 2 തരത്തിലുള്ള സമ്മർ ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സമ്മർ സീസണിലാണ് വാട്ടർമെലൺ സുലഭമായി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സമ്മർ ബ്ലെസ്സിങ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഞാനിപ്പോൾ പകുതി വാട്ടർമെലൺ കട്ട് ചെയ്ത് സ്കൂപ്പാക്കിയെടുത്ത് അതിൻ്റെ സീഡ്സൊക്കെ കളഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്നും പകുതി വാട്ടർമെലൺ ഒരു ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓൾറെഡി ഇതിന് ചെറിയൊരു മധുരമുള്ളതാണ്. വേണമെന്നുള്ളവർ മാത്രം മധുരം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് അധികമുള്ളതിനാൽ വേറെ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ശരീരത്തിനെ കൂളാക്കി ഒരു മോയ്സ്ചർ പ്രൊവൈഡ് ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ സമ്മർ സീസണിൽ എല്ലാവരും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലും ഹെൽത്തിയുമായിട്ടുള്ള മറ്റൊരു രീതിയിൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി നോക്കാം. ബാക്കിയുള്ള പകുതി വാട്ടർമെലൺ കൂടി നമുക്ക് ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് പാലാണ്. ഇത് നല്ല തിക്ക് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഷുഗർ ചേർക്കാത്ത പാലായതുകൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് സമ്മർ സീസണ് പറ്റിയ ഒരു ഡ്രിങ്ക് മാത്രമല്ല, പലർക്കും അറിയാത്ത മറ്റൊരു കാര്യം, ഇതിനെ നാച്ചുറൽ വയാഗ്ര എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സമ്മർ ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. Until then, see you in the next video.